ഞങ്ങൾ പഠിച്ച ആ ഒരു സിറ്റുവേഷൻ അല്ല ഞങ്ങൾ പഠിക്കുമ്പോഴേ സമരങ്ങളുടെ വേലിയേറ്റമാണ്. ആക്ച്വലി ഞാൻ തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പം എനിക്ക് ഈ വ്ലോഗിങ്ങും വീഡിയോ ക്രിയേഷനും ഒക്കെ താല്പര്യം. അതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയത് കോളേജിൽ തന്നെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു സെന്റ് തോമസ് കോളേജ് റാന്നി ക്യാമ്പസ് വ്ലോഗ്. എല്ലാവർക്കും ക്യാമ്പസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ ആണ് ഗൈസ്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പണ്ട് പഠിച്ച സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അവരോടൊക്കെ സംസാരിക്കാം. ഓക്കെ, കമോൺ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. കമോൺ. ചെണ്ടകൊട്ട് മേളമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമുക്കിപ്പം 2-3 അമ്മച്ചിമാരെ കിട്ടി ഗൈസ്. നമുക്ക് അവരോടൊന്ന് ഇന്ററാക്ട് ചെയ്തിട്ട് വരാം ഗൈസ്. കമോൺ. അമ്മച്ചി ഇവിടെ പഠിച്ചതാണോ അമ്മച്ചി? ഏത് വർഷമായിരുന്നു? 73 ഇറങ്ങി. ആണോ? എവിടെ വീട്? 68 തൊട്ട് പഠിച്ചു. ആണോ? ഏത് ബാച്ചായിരുന്നു? വീട് ഇപ്പം തിരുവല്ല. വീടല്ല. നിങ്ങളാരാ? ഞാനൊന്ന് കിടക്കട്ടെ. ഞങ്ങളുടെ വ്ലോഗാ ഈ കോളേജ്, നമ്മുടെ കോളേജിന്റെ വ്ലോഗാ. യൂട്യൂബ് ചാനൽ വ്ലോഗ് വരുന്നതൊക്കെ ആരാണ്? അമ്മച്ചി, ഇത് വേണ്ടായിരുന്നു. അമ്മച്ചിയുടെ പേരെന്താ? സാലമ. ദിസി. മോളിക്കുട്ടി. നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ തന്നെയാണോ? ഇല്ല, മക്കള് ഞങ്ങള് തിരുവല്ലയാണ്. എല്ലാരും ഒരുമിച്ച് പഠിച്ചോ? നിങ്ങൾ എപ്പോഴും ചങ്കാണോ? ചങ്കിടിപ്പ. ഓക്കെ അമ്മച്ചി, പോയി കണ്ടോ. കുറെ നാള് കഴിഞ്ഞിട്ട് വരുമല്ലോ, അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ? ഇവിടെ ഒരുപാട് വർഷങ്ങൾ, ഒരു 10-34 വർഷം മുമ്പായിരുന്നു ഇറങ്ങിപ്പോയത്. അപ്പൊ പിന്നെ ഞങ്ങൾ ഒത്തിരി കാലത്തേക്ക് കാണാനൊന്നും പറ്റിയില്ല. പിന്നെ വാട്സപ്പ് ഒക്കെ ആയപ്പോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായി. അന്നേരം എല്ലാവരുമായിട്ടൊക്കെ ഒരു നമുക്ക് അടുപ്പായി. ഗ്രൂപ്പ് ആയപ്പോ പിന്നെ ഗ്രൂപ്പിൽ ചാറ്റിങ്, അങ്ങനെ എല്ലാരും കോളൊക്കെ ആക്കിയോ? അതെ. കോളേജിനെ പറ്റി ഞങ്ങൾക്ക് പറയാൻ ഇത്തിരി ഉണ്ട്. ഞങ്ങള് ആണോ? ഞാൻ 2001 ജയിച്ചപ്പോ ഒരേ ഒരു ചെയർമാൻ ആയിരുന്നു. അങ്ങനെ ഒരു പ്രശസ്തി കൂടെ ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ? എല്ലാരും ഒരുമിച്ച് പഠിച്ചവരാ? 2001 ബാച്ചിൽ പഠിച്ചതാണ്. സുവോളജിയിലെ. സാറിന്റെ പേരെന്താ? ഓക്കെ, എന്റെ പേര് ബാനർജി എന്നാണ്. എന്റെ സ്ഥലം ഇവിടെ റാന്നി അത്തിക്കയത്താണ്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. 89 പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അതിനുശേഷം 91 to 93 വരെ നമ്മളെ ഡിഗ്രി BSc ഫിസിക്സിലുണ്ടായിരുന്നു. ഞാനുണ്ട്, എന്റെ കൂടെ എന്റെ ക്ലാസ്മേറ്റ്സുകളായ തരകൻ, ഞങ്ങള് ബാനർജി, തരകൻ ഒക്കെ ഞങ്ങള് പാർട്ടി പ്രവർത്തകരൊക്കെ ആയിരുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലേഴ്സ് ആയിരുന്നു. ഇവരൊക്കെ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന വ്യക്തികളാണ്. അതെ, ഞങ്ങൾ ജൂനിയേഴ്സ് ആണെങ്കിലും എല്ലാം അനിയന്മാരൊക്കെ. അപ്പൊ അങ്ങനെ കോളേജില് ഒത്തിരി എന്താ പറയുക, ഒത്തിരിയും ഓർമ്മകൾ അയവിറക്കാനായിട്ട് കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പാണ് ഇവിടെ വരാൻ സാധിച്ചത്. ഞാനിപ്പം തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് അങ്ങനെ റാന്നിയിലേക്ക് വരവില്ല. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ജൂനിയർ സീനിയറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒത്തിരി ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം. കുറെ പേരൊക്കെ വന്നിട്ടുള്ളൂ, എല്ലാവരും എത്തിച്ചേർന്നു. കോളേജ് വന്നു കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ബിൽഡിങ്സ് ഒക്കെ വന്നെങ്കിലും നമ്മള് ഞങ്ങളെ ഡിഗ്രി ഫൈനൽ ഇയർ ക്ലാസ്സുകളിലേക്കൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് ഇരുന്നു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ. നമ്മുടെ പേരെന്താണ്? എന്റെ പേര് പ്രിയ. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗൈസ്, നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് പണ്ട് പഠിച്ചല്ലേ ഇവിടെ? 20 വർഷം മുമ്പ് പഠിച്ചേ. എന്താണ് ചേട്ടന്റെ പേര്? മിൻസു എബ്രഹാം. ഏത് ബാച്ചായിരുന്നു? 99 to 2004. ഡിപ്പാർട്ട്മെന്റ് BSc ഫിസിക്സ്. പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ച്, ഡിഗ്രി BSc ഫിസിക്സ്. ചേട്ടന്റെ പേരോ? റോബി. ചേട്ടൻ ഏത് ബാച്ചാ? ഡിഗ്രി ലാസ്റ്റ് ബാച്ച്. 2001. എവിടെ നിങ്ങളുടെ വീട് എവിടാ? എപ്പോ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറൊക്കെ ഉണ്ടോ? ചേട്ടൻ ഇവിടെ കണ്ട് നല്ല പരിചയമുള്ള പോലെ. ഗൾഫിലായിരുന്നു, വീട്ടിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. നല്ല രസമുണ്ട് ചേട്ടനെ കാണാൻ. താങ്ക് യു. ഞങ്ങളുടെ കോളേജിന്റെ യൂട്യൂബ് ചാനലാണ്. അപ്പൊ നമ്മുടെ കോളേജിന്റെ യൂട്യൂബ് ചാനലാണ്. അപ്പം നിങ്ങൾ ഇവിടെ പഠിച്ച് കുറെ വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ, അത് ഒത്തിരി ഉണ്ടോ? അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ പേര്? പറ. സുനിത.
ചേച്ചി എലിസബത്ത്. നിങ്ങൾ ഞങ്ങൾ 87-90 ബാച്ച് ഡിഗ്രി പിന്നെ 85-87 ബാച്ച് ഡിഗ്രി 5 വർഷം. എങ്ങനെയാണ് നിങ്ങൾ പണ്ട് തൊട്ട് ഇങ്ങനെ തിക് ഫ്രണ്ട്സ് ആയിരുന്നു? അതെ അതെ. നിങ്ങൾ ഫസ്റ്റ് ഈ കോളേജ് വന്നപ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടോ? ഇപ്പൊ വന്നപ്പോ ഞങ്ങൾ ജസ്റ്റ് വന്നത് ക്ലാസ്സിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തോ? ആണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അഡ്വൈസ് പറയാനുണ്ടോ ഇനിയുള്ള സ്റ്റുഡൻസിനോട്? ഇനി മുന്നോട്ട് പഠിക്കും. അതെ അതെ, കോണ്ടാക്ട് വെക്കുക എന്നുള്ളത്. അതെ, ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് സജി. സജി. ഉമ്മൻ ഉമ്മൻ. ഹരികുമാർ. ഉമ്മൻചാണ്ടി അല്ല. ഞങ്ങളിപ്പോ അത് പറഞ്ഞോണ്ടാവുന്ന ഈ ചേഞ്ചസ് ഈ ബോർഡ് തന്നെ MSc കെമിസ്ട്രി ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് MSc കെമിസ്ട്രി ഇവിടെ ഇല്ല. അതുപോലെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടറിന് സംവിധാനം ഇല്ല. ഞങ്ങൾ മൂന്ന് പേരും 80 to 85 ബാച്ച്. ഞങ്ങൾ പഠിക്കുമ്പോഴേ സമരങ്ങളുടെ വേലിയേറ്റമാണ് ഈ പുറയിലത്തെ കിണറില്ല. കിണറ്റിൽ വെള്ളം വരാൻ വേണ്ടി ഞങ്ങൾ 1-2 മാസം സമരം ജോക്കല്ല. നിങ്ങളുടെ ഓർമ്മയുണ്ടോ സ്കൈലാബ് എന്ന് പറഞ്ഞൊരു സാധനം പണ്ട് കടലിൽ വീണു. അതിവിടെ വീഴണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 ദിവസം സമരം ശരിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ പല കാരണങ്ങൾ ഉണ്ടാക്കി പല പല സമരങ്ങൾ. നിങ്ങളായിരുന്നു ഇവിടുത്തെ മെയിൻ. വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് പ്രീ ഡിഗ്രി കോളേജിലാണ് വലിയൊരു എക്സ്പോഷറാണ് കിട്ടുന്നത് പിള്ളേർക്ക്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ വലിയൊരു എക്സ്പോഷറിലേക്ക് വരികയാണ്. ഞാൻ 2018-21 ബാച്ചായിരുന്നു. യൂട്യൂബേഴ്സ് അല്ലേ? ആക്ച്വലി ഞാൻ തന്നെ ഒരു SM കണ്ടന്റ് ക്രിയേറ്റർ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളുടെ ചാനൽ. അപ്പം എനിക്ക് ഈ വ്ളോഗിങ്ങും വീഡിയോ ക്രിയേഷനൊക്കെ താല്പര്യം. അതിലൊക്കെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയത് കോളേജിൽ തന്നെയാണ്. ഇപ്പൊ എഴുത്താണെങ്കിലും വീഡിയോ ഞാൻ ഇവിടെ വ്ളോഗ് ചെയ്യുമായിരുന്നു ഒരു 3-4 കൊല്ലം മുമ്പൊക്കെ. ഓക്കെ, അതായിരുന്നു നമുക്ക് അതിലൊരു പ്രചോദനം. ഇമ്മാനുവൽ എന്നാണ്. വീട് വരുന്നത് പമ്പാവാലിയാണ്. ഗൈസ്, നമ്മുടെ വ്ളോഗ് വൈൻഡ് ചെയ്യാൻ ടൈമായി ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. ബൈ ഫ്രം അമൽ, ഹരി ആൻഡ് പ്രിയ. സോ ഫ്രം സെന്റ് തോമസ് കോളേജ് റാന്നി ക്യാമ്പസ് വ്ളോഗ്.